വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി മുട്ടത്തോരനാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണ് ഇത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കാണണ്ടേ? ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് മുരിങ്ങപ്പൂവാണേ. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു അര മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ടേസ്റ്റിനായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ചീനച്ചട്ടിയോ കടായോ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നമ്മൾ കടുക് വറക്കുവാണെങ്കിൽ നമ്മുടെ തോരനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 വറ്റൽമുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കൊച്ചുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടത്തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും തന്നെ സ്പൈസി അല്ലാത്ത കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. കൊച്ചുള്ളി എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങപ്പൂ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മുരിങ്ങ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളി, മുരിങ്ങപ്പൂവും മുരിങ്ങയിലയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഉപ്പ് ചേർക്കുന്ന ടൈമിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ടത്തോരനെല്ലാം തയ്യാറായ ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.